വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ച വിഷയത്തിൽ പ്രതികരണവുമായി പി.വി. അൻവർ എം.എൽ.എ. ഉദ്യോഗസ്ഥർ തൻപ്രമാണിത്തം കയ്യിൽ വെച്ചാൽ മതിയെന്നും പരിപാടി നടക്കുന്ന സ്ഥലത്ത് 3 തവണയാണ് തന്റെ വാഹനം ഉദ്യോഗസ്ഥർ മാറ്റി ഇടിയിച്ചതെന്നും പി.വി. അൻവർ നിലമ്പൂരിൽ വെച്ചായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ അൻവർ ശകാരിച്ചത്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, അൻവർ അവിടെ വനംവകുപ്പ് മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് വിമർശനം ഉന്നയിച്ചു. ഇപ്പോഴിതാ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് എന്ന് കൃത്യമായി വിശദീകരിച്ചിരിക്കുകയല്ലേ? തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പി.വി. അൻവർ എം.എൽ.എ. ഉന്നയിച്ചത്. നിലമ്പൂരിലെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട 9 കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിനാണ് എം.എൽ.എ. അവിടെ എത്തിയത്. ഉദ്ഘാടകൻ വനം മന്ത്രി എ.കെ. ശശീന്ദ്രനായിരുന്നു. എ.കെ. ശശീന്ദ്രനെ വേദിയിൽ ഇരുത്തിയായിരുന്നു പി.വി. അൻവറിന്റെ രൂക്ഷമായ വിമർശനം. അതായത് വനംവകുപ്പ് ഒരു ജനവിരുദ്ധ വകുപ്പായി മാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരാണ് വനംവകുപ്പിനെ ഭരിക്കുന്നത്. ജനങ്ങൾക്കെതിരായ നിലപാടുകളാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അത് നടപ്പാക്കാൻ കഴിയില്ല, അത് ശരിയല്ല. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്നും പി.വി. അൻവർ പറഞ്ഞു. ഇനിയുള്ള 1.5 വർഷം വനം മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിലവിൽ വനം കാട്ടിനുള്ളിലുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇനിയുള്ള 1.5 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നും കൃത്യമായി പറഞ്ഞു. ഇത് വനം മന്ത്രിയെ വേദിയിലിരുത്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ ശിവദാസ്